നിങ്ങളീ കണ്ട ഈ ബക്കറ്റിലൊഴിച്ച പെട്രോളാണ് ഒരു യുവാവിനെ സഹോദരൻ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയത്. കൊല്ലം ചടയമംഗലത്ത് നിന്നുള്ള വാർത്തയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടി ചടയമംഗലം സ്വദേശിയായിട്ടുള്ള സനൽ തന്റെ മാതാവിന്റെ സഹോദരിയുടെ മകനായിട്ടുള്ള കലേഷ് ജോലി ചെയ്യുന്ന പോരടത്തെ വർക്ക്ഷോപ്പിലെത്തുകയായിരുന്നു. വർക്ക്ഷോപ്പിന്റെ മുന്നിൽ ബൈക്കിലെത്തിയ സനല് ബൈക്കിൽ നിന്നും ബക്കറ്റിലേക്ക് പെട്രോൾ ഊറ്റുകയായിരുന്നു. ഇതിനുശേഷം പെട്ടെന്ന് തന്നെ കലേഷിന്റെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ചു. പെട്രോൾ ഒഴിക്കുന്നത് വരെ നോക്കിയിരുന്ന കലേഷ് പിന്നീടാണ് അപകടം മനസ്സിലായത്. എന്നാലും പെട്രോൾ പൂർണ്ണമായും ബക്കറ്റിൽ ഒഴിച്ചത് കാരണത്താൽ പൂർണ്ണമായും കലേഷിന്റെ പുറത്തേക്ക് വീണു. സനലിന്റെ കയ്യിൽ കരുതിയിരുന്ന കമ്പിൽ തുണി ചുറ്റിയതിൽ തീ കൊളുത്തി കലേഷിന്റെ ദേഹത്തേക്ക് എറിയുകയായിരുന്നു. തുടർന്ന് കലേഷ് ജീവനും കൊണ്ട് റോഡിലൂടെ ഓടുകയായിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീയും പ്രദേശത്തുണ്ടായിരുന്ന യുവാക്കളും ചേർന്ന കലേഷിന്റെ ദേഹത്ത് തീ കെടുത്തി. കലേഷിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രദേശത്തേക്ക് വന്നത് എന്നുള്ളത് വ്യക്തമാണ്. ബൈക്കിലെത്തിയ സനൽ ഉടനെ തന്നെ തിരികെ ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ പോയാണ് കീഴടങ്ങുന്നത്. സനലിന്റെ ഭാര്യയും സഹോദരനും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള സംശയത്തെ തുടർന്നാണ് സനൽ കലേഷിനെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസം തൊട്ടാണ് കുടുംബ പ്രശ്നത്തിന്റെ തുടക്കം. ഒരുമിച്ച് താമസിച്ചിരുന്ന ഇവർ ഭാര്യയും പ്രശ്നങ്ങളെ തുടർന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. ഇതിനിടയിൽ സനലും ഭാര്യയും എറണാകുളത്ത് താമസമാക്കി. എന്നാൽ എറണാകുളത്ത് നിന്നും സനലിന്റെ ഭാര്യ തിരികെ നാട്ടിലെത്തുകയും മാതാവിനോടൊപ്പം താമസിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സനൽ ഭാര്യ താമസിക്കുന്ന മാതാവിന്റെ വീട്ടിലെത്തുകയും ഭാര്യയും സനലും തമ്മിൽ കലേഷിനെ ചൊല്ലി വഴക്കുണ്ടാവുകയും ചെയ്തത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് സനലിന്റെ ഭാര്യ ചടയമംഗലം പോലീസിനെ സമീപിച്ചത്. സനലുമായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്നും പരാതിയിൽ പറയുന്നു. ചടയമംഗലം പോലീസ് ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തി ഒത്തുതീർപ്പ് ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തന്റെ ജീവിതം തകർക്കാൻ പ്രധാന കാരണക്കാരൻ കലേഷാണെന്ന് കരുതി കലേഷിനെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം നടത്തുകയായിരുന്നു. കലേഷിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. സംഭവ സ്ഥലത്ത് കൊട്ടാരക്കര റൂറൽ എസ് പി സാബു മാത്യു ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. സയന്റിഫിക് ഉദ്യോഗസ്ഥരെത്തി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. കൂടിയിട്ട് ഞാൻ ഈ ജംഗ്ഷനിൽ ഇവിടെ വന്ന് വണ്ടി ഇതുപോലെ അവിടോട്ട് വെച്ചിട്ട് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വണ്ടി വന്നപ്പോഴത്തെ ആൾക്കാർ അന്തം വിട്ടിൽ അങ്ങോട്ട് നോക്കുന്ന എന്തെന്ന് സംഭവം എന്നറിയാൻ വയ്യാതെ. അന്നേരം എന്തെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങളെ കൂടെയുള്ള MLSP എന്ന് പറയുന്ന സിസ്റ്റർ ഇവിടെ വന്ന് നിന്നിട്ട് ചെരുപ്പ് കൂടാതെ ഇവിടെ വന്നിട്ട് പറഞ്ഞ് താത്ത ഒരു പയ്യൻ തീ കത്തി അങ്ങോട്ട് ഓടിയാത്താന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആരെന്നും ഏവരെന്നും അറിയാൻ വയ്യാതെ ഞാനും അങ്ങോട്ട് കൂടെ ചെന്നപ്പോഴത്തേക്കാണ് അവൻ തുണിയില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ തീ മൊത്തത്തിൽ അണഞ്ഞ് എല്ലാവരും കൂടെ എങ്ങനെയോ അണച്ച് നമ്മൾ തീ തറയിൽ കിടന്ന് ഉരുണ്ട് തീ അണക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അടുത്ത് ചെന്നപ്പോൾ അവൻ്റെ ദേഹത്തെ തുണിയെല്ലാം വീണ്ടു. ഇത്രയാണ് നമുക്കറിയാവുന്നത്. ഇവനെക്കുറിച്ച് ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഇവിടെ 2 പിള്ളേരന്മാർ വന്നപ്പോഴത്തേക്കാണ് അവരോട് ചോദിച്ചത്. ഒരാൾ മൂതലയുള്ളതും ഒരാൾ ഇടയ്ക്കോട്ട് തിരുവഴിയിലും ഉള്ളതാണെന്ന് മാത്രം അറിഞ്ഞ് പേര് പോലും വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയത്തില്ല. ഇത്തരം സംഭവമാണ് ഞാനിവിടെ വരുമ്പോഴത്തേക്കും നടക്കുന്നത്. സനലിനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ചടയമംഗലം പോലീസ് കേസെടുത്തു. അറസ്റ്റ് ചെയ്ത പ്രതിയെ നടപടിക്രമങ്ങൾക്ക് ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ഡെസ്ക് കേരള തനിമ ന്യൂസ്.